ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു ട്രക്കിങ്ങിന് പോവാണേ. എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാസിക്കിലെ ത്രയംബകേശ്വറുള്ള ബ്രഹ്മഗിരി കുന്നിലേക്കാണ്. ഈ കുന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നീളം കൂടിയ നദികളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് ഈ മലനിരകളിൽ നിന്നാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വലിപ്പം കൂടിയ, അതായത് നീളം കൂടിയ മലനിരകളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ബ്രഹ്മഗിരി നിരകൾ. ഏകദേശം 1608 മീറ്ററോളം ഇതിന് ഉയരമുണ്ട്. അപ്പം ഇതിന് മുകളിലേക്ക് കയറാൻ ഏകദേശം 250 സ്റ്റെപ്പുകളുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്ത് സ്റ്റെപ്പുകളില്ലാതെ നമ്മൾ നടന്നു കയറണം. അപ്പം ഒരു ട്രക്കിംഗ് നടത്തുകയാണെങ്കിൽ മസ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇതിന് മുകളിലേക്ക് എത്താൻ ഏകദേശം 2-2.5 മണിക്കൂറാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഞങ്ങൾ നടന്ന് മുകളിൽ കയറിയപ്പോഴത്തേക്ക് ഒരു 3 മണിക്കൂറിന് മുകളിലെത്തി. ആദ്യം നല്ല ഉത്സാഹത്തിലൊക്കെ ചാടി കയറിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ എനർജി മുഴുവൻ പോയി. പിന്നെ പോകുന്ന വഴിയിൽ നിറച്ച് കടകളുണ്ടായിരുന്നത് കൊണ്ട് നാരങ്ങ വെള്ളം കുടിച്ചാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. ഇടയ്ക്കിടയ്ക്ക് വന്യജീവികളുണ്ട്, പുലിയുണ്ട്, പാമ്പുണ്ട്, അപൂർവ ഇനം പക്ഷികളുണ്ട് എന്നൊക്കെ പറയുന്ന സൈൻ ബോർഡെല്ലാം കണ്ടു. ഇതെല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെയാണ് കയറിയത്. ഞങ്ങളൊരു ഹോളിഡേ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ മുകളിലേക്ക് കയറാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. സാധാരണ വീക്കെൻഡുകൾ തിരഞ്ഞെടുക്കാത്തതാണ് ഇതുപോലെയുള്ള ട്രക്കിംഗ് കൂടുതൽ മനോഹരമാകാൻ നല്ലത്. ഇതിപ്പം നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോകുന്നത് പോലെ തന്നെ നിറച്ച ആളുകളുണ്ടായിരുന്നു അവിടേക്ക് പോകാനായിട്ട്. ഈ മലയുടെ മുകളിൽ 2 അമ്പലമുണ്ട്. ഒന്ന് ഗോദാവരി നദി, അതായത് ഗംഗയുടെ മറ്റൊരു രൂപമാണ് ഗോദാവരി നദി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഗംഗാദേവിയെ പൂജിച്ചുകൊണ്ടുള്ള ഒരമ്പലവും അതുപോലെ തന്നെ ശിവൻ്റെ ഒരമ്പലവും ആണ് മുകളിലുള്ളത്. അവിടെ പൂജകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാം മുകളിലേക്ക് പോകുന്നത്. അതുപോലെ ട്രക്കിങ്ങിന് വേണ്ടിയും കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ജൂലൈ അവസാനം, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെയൊക്കെയാണ് ഇവിടെ ഏറ്റവും സുന്ദരമായിട്ടിരിക്കുന്നത്. കാരണം നാസിക്കിൽ മഴ തുടങ്ങുന്നത് ജൂലൈയിലാണ്. ജൂലൈ ആദ്യമാണ്. ഈ മഴയെല്ലാം തുടങ്ങിക്കഴിയുമ്പോഴാണ് ഈ മലയുടെ വെള്ളച്ചാട്ടവും ആ മഴ പെയ്യുമ്പോൾ അവിടുത്തെ പ്രകൃതിക്ക് സംഭവിക്കുന്ന ഒരു മാറ്റവും എല്ലാം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സമയം ഈ ജൂലൈ കഴിഞ്ഞുള്ള മാസങ്ങളിലാണ്. പക്ഷെ ഞങ്ങൾ ജൂൺ മാസമാണ് പോയത്. ജൂണിൽ സാധാരണഗതിയിൽ മഹാരാഷ്ട്രയിൽ വേനൽക്കാലമാണ്. വേനൽക്കാലം ഇവിടെ എല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് ഒട്ടും ഭംഗിയില്ലാതെ കിടക്കണം. പക്ഷേ എങ്കിൽ ഇതിന് മുമ്പ് ഒരാഴ്ചയിൽ കുറച്ച് ന്യൂനമർദ്ദമൊക്കെ വന്ന് ഇവിടെ മഴയൊക്കെ തുടങ്ങി. ഒരാഴ്ച നല്ലതായിട്ട് മഴ കിട്ടിയത് കൊണ്ട് പിന്നെയും പച്ചപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് വന്നത്. കാരണം കുഞ്ഞുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആരവന് 7 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പം 7 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പം അവനെയും കൊണ്ട് കയറുമ്പോൾ അവൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കിയല്ലേ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ. ഈ സ്റ്റെപ്പിലൂടെ എല്ലാം മഴക്കാലത്ത് വരുവാണെങ്കിൽ ഇങ്ങനെ വെള്ളം ചാടി വരികയും ചെയ്യും. ആ വെള്ളത്തിന് മുകളിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ജൂലൈ കഴിഞ്ഞുള്ള സമയം സെലക്ട് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. എപ്പോൾ വന്നാലും എല്ലാ സ്ഥലത്തിനും അതിൻ്റേതായ ഒരു മനോഹാരിത ഉണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ജൂലൈ കഴിഞ്ഞുള്ള മാസങ്ങളാണ്. ഇതുണ്ടോ, ഈ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മുകളിലോട്ട് പോകുമ്പം ഇടുങ്ങിയ പാതയാണ്. ഒരാൾക്ക് ജസ്റ്റ് കയറിപ്പം ഒരാളെ ഓവർടേക്ക് ചെയ്ത് കയറി പോകാനുള്ള സ്ഥലമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ പതുക്കെ കയറുന്നതുകൊണ്ട് ആ വഴി നല്ല റഷായിരുന്നു. ഒരു ലൈൻ മുകളിലോട്ട് പോകാനും ഒരു ലൈൻ താഴേക്ക് വരാനുമാണ്. കുത്തനെയുള്ള കയറ്റമാണ്. ഏകദേശം ഹരിഹർ ഫോർട്ടിന് സമമാണ്. ഹരിഹർ ഫോർട്ട് 80 ഡിഗ്രി ചരിവിലാണ് കയറുന്നതെങ്കിൽ ഇത് അത്രയും ഇല്ല എങ്കിൽ തന്നെയും അതിനേക്കാട്ടിൽ ഉയരത്തിലാണ് ഇവിടെ ബ്രഹ്മഗിരിയിലേക്ക് നമ്മൾ കയറുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗുഹകളുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം. ബാക്കിയുള്ളവരെല്ലാം ചിലർ വിശ്രമിച്ച് പതുക്കെയാണ് പോകുന്നത്. ചിലർ ഡയറക്റ്റ് കയറി പോകുന്നുമുണ്ട്. ഈ ഒറ്റവരി പാത കുറച്ച് നീളത്തിൽ പോകുന്നുണ്ട്. ഇടയ്ക്കെല്ലാം ഓരോ പ്രതിമകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതൊരു ഹനുമാൻ്റെ വിഗ്രഹമാണ്.
ഇവിടേക്ക് പോകുമ്പോൾ താഴേന്ന് നമുക്കൊരു മുളവടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, നിങ്ങളെ ആക്രമിക്കും, ബാഗുകളും ഫോണും എല്ലാം തട്ടിപ്പറിച്ച് മേടിക്കും, അതുകൊണ്ട് നിങ്ങൾ ഒരു കമ്പ് കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് ഒരു മുളവടി 20 രൂപയാണ് താഴെ കടകളിൽ നിന്ന് നമുക്ക് കിട്ടും. ആ അടിയും വാങ്ങിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നവരെല്ലാം ഈ കുരങ്ങന്മാർക്കെല്ലാം നിറച്ച് ആഹാരം കൊടുക്കുന്നുണ്ട്. അത് പ്രതീക്ഷിച്ച് ഈ വഴിയുടെ 2 സൈഡിലുമായിട്ട് അവർ ഇരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ആരെ ആക്രമിച്ചതൊന്നും കണ്ടില്ല, എങ്കിൽ തന്നെയും ഇവർ നമ്മുടെയൊക്കെ പുറത്ത് എപ്പോൾ വേണേലും ചാടി വീഴാമെന്നൊരു രീതിയിൽ ഈ വഴിയുടെ 2 സൈഡിലും ഇരിക്കുകയാണ്. ഈ കല്ല് ഈ പാറ വെട്ടി അതിനിടയിലൂടെയാണ് ഈ വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോകുമ്പം ഇത്രയും കയറ്റം കയറി വന്ന് നമ്മൾ ഓൾറെഡി നല്ല ടയേർഡാണ്. കാല് തെറ്റിയാൽ മലയുടെ താഴെ വീഴും. അതെല്ലാം പേടിച്ച് നമ്മൾ കയറുമ്പം എന്ത് കാര്യത്തിന് ഇങ്ങനെ പോയി കയറുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരിക്കൽ ഇതുപോലൊരു ട്രക്കിംഗ് ചെയ്ത് ആ എക്സ്പീരിയൻസ് നേടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഈ എന്തിനാണ് നമ്മളിത് പോയി കയറുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ചിലർ ഭക്തി കൊണ്ട്, അമിതമായ ഭക്തി കൊണ്ട് വരുന്നവരുണ്ട്, ചിലർ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവരുണ്ട്. എനിവേ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് അസമാണ്. വലിയ വലിയ മലകൾ, നിറച്ച് പച്ചപ്പ്, വലിയ കാടൊന്നുമല്ല കേട്ടോ, ചെറിയ കൊച്ചു പുല്ലുകൾ കൊണ്ട് ഈ പുൽമേടുകൾ മുഴുവൻ ഇങ്ങനെ ഏകദേശം നമ്മുടെ വാഗമണിൻ്റെയൊക്കെ ഒരു രൂപം, ചെറിയ പുൽമേടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇവിടുന്ന് മുകളിലോട്ട് സ്റ്റെപ്പൊന്നുമില്ല, നമ്മളിതുപോലെ നടന്നു കയറണം. മഴക്കാലത്ത് ശക്തിയായി വെള്ളം വരുന്നതുകൊണ്ടായിരിക്കും വെള്ളം ഒഴുകുന്ന പാളുകളാണ് അവിടെ മുഴുവൻ. ഇതിൽ നമ്മൾ അള്ളിപ്പിടിച്ചാണ് മുകളിലോട്ട് കയറുന്നത്. മഴക്കാലത്ത് കുറച്ച് റിസ്ക്കാണ്. ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് കാല് തെന്നുന്ന തരം മണ്ണാണ്. അപ്പം നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല, തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ മുകളിലെത്തിയപ്പം ഇവിടെ 2 അമ്പലമുണ്ട്. ഇതാണ് ശിവൻ്റെ ജഡാമന്ദിറും ഈ രണ്ടാമത് കാണുന്നത് കുറച്ച് ദൂരെ ഇപ്പുറത്തേക്ക് മാറി ഗോദാവരി നദിയുടെ ഉത്ഭവ സ്ഥലവുമാണ്. ഇത് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ദൂരവ്യത്യാസമുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് ഗോദാവരി ദേവിയുടെ ഉത്ഭവ സ്ഥാനത്തേക്കാണ്. ഇവിടെ ഇതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഗൗതമ മഹർഷിയും അഹല്യാദേവിയും ഈ മലയുടെ മുകളിലായിരുന്നു സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരിങ്ങനെ പശുക്കുഞ്ഞിന് തീറ്റി കൊടുക്കുന്ന കൂട്ടത്തിൽ അറിയാതെ ഒരു വിഷപ്പുല്ല് കൂടി പശുവിനെ തീറ്റിക്കുകയുണ്ടായി. അങ്ങനെ ആ പശുക്കുഞ്ഞ് മരിച്ചു വീഴുകയും താൻ മൂലം ഒരു പശുക്കുഞ്ഞ് മരിച്ചു എന്ന വിഷമത്തിൽ ഗൗതമ മഹർഷി ശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ശിവനോട് ആവശ്യപ്പെട്ടത് തൻ്റെ പാപം മാറ്റുന്നതിന് വേണ്ടി ഗംഗാ നദിയിൽ കുളിക്കണം, അതുകൊണ്ട് ഗംഗയെ ഈ മലയിൽ നിന്ന് ഉത്ഭവിപ്പിക്കണമെന്ന്. അങ്ങനെ ശിവൻ പ്രസാദം കൊടുത്തിട്ട് തൻ്റെ ശിരസിലുള്ള ഗംഗയെ ഈ മലയിൽ നിന്ന് ഉത്ഭവിക്കാനായിട്ട് അനുവദിച്ചു. പക്ഷേങ്കിൽ ഗംഗാനദി ഒറ്റയ്ക്ക് ആ മലയിൽ നിൽക്കില്ല, ശിവനെയും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ മലയിൽ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇതിൽ ദേഷ്യം വന്ന ശിവൻ തൻ്റെ തലയിലേക്ക് തിരിച്ച് ചാടിക്കേറിയ ഗംഗാദേവിയെ തൻ്റെ ജട തറയിലിട്ടടിച്ച് ഇവിടുന്ന് ഉത്ഭവിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ജഡാമന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ശിവൻ്റെ ജട അടിച്ച പാട് അവിടെയുണ്ട്. ശിവൻ്റെ കാൽപ്പാടുകളും മറ്റുമുള്ള ഒരു അമ്പലമാണ് ജഡാമന്ദിർ. അതുപോലെ ഗംഗാദേവി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. ഗംഗയുടെ ഒരു വിഗ്രഹവും നമ്മുടെ ഗൗതമ മഹർഷിയുടെയും അഹല്യാദേവിയുടെയും വിഗ്രഹങ്ങളും മറ്റും ഇവിടെയുണ്ട്. അതെല്ലാം വെച്ച് പൂജ ചെയ്യാൻ ധാരാളം ആളുകളാണ് വരുന്നത്. ഒരു പശുക്കുഞ്ഞിൻ്റെ വിഗ്രഹമാണെന്ന് തോന്നുന്നു, എല്ലാവരുടെയും കയ്യിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ പൂജ ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഇത് ചോദിച്ച് മനസ്സിലാക്കാൻ എനിക്ക് അത്രയ്ക്ക് ഭാഷ അറിയത്തില്ല. പിന്നെ ഈ കിണറ്റിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഈ കിണറാണ് അതിന് അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. ഇതിലാണെങ്കിൽ ആളുകളെല്ലാം വന്നിട്ട് വെള്ളം ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്.
ഈ ഗംഗാദേവിയുടെ വിഗ്രഹമാണ് ഇവിടെ വെച്ച് പൂജിക്കുന്നത്. ഗംഗാദേവി ഇവിടെ നിന്ന് ഉത്ഭവിച്ച് ഗോദാവരി നദി ആകുകയാണെന്നാണ് പറയുന്നത്. ഇത് ഗൗതമ മഹർഷിയുടെ ഒരു ബിംബമാണ്. ഇവിടെ ഗണപതിയുടെ ഒരു ചെറിയ അമ്പലമുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഒരു ചെറിയ അമ്പലമുണ്ട്. ഗംഗാദേവിക്ക് വേണ്ടി ഒരു ചെറിയ അമ്പലമുണ്ട്. ഒരു വലിയ ആലുണ്ട്. ഈ ആലിൻ്റെ അടിയിലാണ് യഥാർത്ഥത്തിൽ ഗോദാവരിയുടെ ഉത്ഭവം എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. വേനൽക്കാലമായാൽ പോലും ഈ കിണർ ഒരിക്കലും വറ്റില്ല. ഈ കിണറ്റിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഗോമുഖ് വഴി ആദ്യം കാണിച്ചില്ലേ, ഗോമുഖ് വഴി എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും, തുള്ളി തുള്ളി പോലെ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം ജടാമന്ദിറിലേക്ക് പോയി. അപ്പോഴത്തേക്ക് ആരവ് ശരിക്കും ക്ഷീണിച്ചു. ഇത്രയും കയറി മുകളിലെത്തിയപ്പോഴത്തേക്ക് അവൻ തന്നെയാണ് മുഴുവനും കയറി വന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ നമുക്ക് തിരിച്ചിറങ്ങിയാലോ എന്ന് ചോദിച്ചു. എന്നാ പിന്നെ ഞങ്ങൾ ജടാമന്ദിറിൽ കയറിയില്ല. കാരണം ആരവ് ടയേർഡായി കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുകളിലും താഴെയും പോവുക പോസിബിൾ അല്ല. അപ്പോഴത്തേക്ക് ഞങ്ങളെന്നാൽ തിരിച്ചിറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറച്ച് കല്ലുകൾ വെച്ച് അവൻ കളിക്കാനൊക്കെ പോയി. അവനൊട്ട് ക്ഷീണമില്ലായിരുന്നു കേട്ടോ. ബാക്കിയും കൂടെ നടക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്നൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങൾ അവിടെ വെച്ച് കണ്ട ഒരു മഹാരാഷ്ട്രൻ ഫാമിലിയാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് നടന്നപ്പോൾ അവർക്ക് നല്ല സന്തോഷവും ഞങ്ങളോട് കാര്യമൊക്കെ ചോദിക്കാനായിട്ട് വന്ന ഒരു ഫാമിലിയാണ്. പിന്നെ അവരോടൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ച് കയറാൻ തുടങ്ങി. ഈ മല കയറി തിരിച്ചിറങ്ങിയിട്ട് വേണം പിന്നെ ആ സ്റ്റെപ്പുള്ളിടത്തോട്ട് പോവാൻ. മഴക്കാലമാണെങ്കിൽ ഇവിടെ എല്ലാം വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ റിവേഴ്സ് വാട്ടർഫോളും കാണാം. റിവേഴ്സ് വാട്ടർഫോൾ എന്ന് വെച്ചാൽ എല്ലാ വാട്ടർഫോളും താഴേക്കല്ലേ പോകുന്നത്. മഹാരാഷ്ട്രയിൽ 1-2 സ്ഥലത്ത് ഇതുപോലെ തിരിച്ച് വെള്ളം മുകളിലേക്ക് വരുന്നത് കാണാം. അതാണ് റിവേഴ്സ് വാട്ടർഫോള്. എനിക്ക് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ മഴക്കാലത്ത് വന്ന് കയറുക എന്ന് പറയുന്നത് നല്ല റിസ്ക്കാണ്. അതുകൊണ്ട് മാത്രം വേണ്ടാന്ന് വെച്ചു. ഞങ്ങളങ്ങനെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. മുകളിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ചൊരു പാമ്പിനെ കണ്ടു. തിരിച്ചു വന്നപ്പോഴും ഞങ്ങൾ അവിടെ വെച്ച് തന്നെ വേറൊരു പാമ്പിനെ കണ്ടു. അപ്പം ഈ ഒരു ചെറിയ സ്റ്റെപ്പിൽ വെച്ചൊരു പാമ്പിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ അവസ്ഥ എല്ലാവരും നന്നായിട്ട് പാനിക്കായി. പിന്നെ അത് പാമ്പ് നമ്മളെ ഉപദ്രവിക്കാത്ത ഒന്നും കൊണ്ടും ഇവിടുത്തെ ആളുകൾ പാമ്പിനെ ഒന്നും കൊല്ലില്ല. അതിനെല്ലാം ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെല്ലാം അതിനെ കവച്ച് വെച്ച് അപ്പുറത്തോട്ടൊക്കെ നീങ്ങിയൊക്കെ പോയി. നമ്മളും അതുപോലെ തന്നെ അവിടെ നിന്ന് പോയി എങ്ങനെയും തിരിച്ച് താഴെ എത്തണമെന്നൊരാഗ്രഹമായിരുന്നു നമുക്ക്. കാരണം അത്രയ്ക്കും ടയേർഡായി. നല്ല ഉയരം ഉണ്ടായിരുന്നു മലയ്ക്ക്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ ടൈം മുകളിലെടുത്തു. താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പകുതി വഴി ആയപ്പോൾ തന്നെ അങ്ങോട്ട് കയറിയ വഴിയല്ല, ഞങ്ങൾ വേറൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അപ്പം അതിലെ കൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് ഓർക്കുമ്പം ഇത്രയും മലയുടെ മുകളിൽ വന്ന് ആൾ താമസം ഉണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമായിരുന്നു. നമ്മൾ വയ്യാതെ കമ്പൊക്കെ കുത്തി പതുക്കെ നടന്ന് നീങ്ങിയപ്പോഴത്തേക്ക് അവർ നല്ല ചാക്കൊക്കെ എടുത്തിട്ടാണ് ആ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്പീഡിൽ പോകുന്നത്. അവരുടെ നിത്യാഭ്യാസമായിരിക്കും. ഇനി അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ താഴെ എത്തി. ഇനി ഒരു മഴക്കാലത്ത് വന്ന് കയറണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിന് സാധിക്കട്ടെ. നമുക്ക് പിന്നെയും കാണാം. ബൈ, ടാറ്റാ.